എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം മാഡം വേണ്ട മാഡം, അവൾ അച്ഛൻ മരിച്ചുപോയതിന്റെ വിഷമത്തിൽ ചെയ്തതാ. പ്ലീസ്. എത്ര വിഷമത്തിലാണെങ്കിലും പോലീസുകാരോട് മര്യാദ കാണിക്കണമെന്ന് ഓർമ്മ ഉണ്ടാവണം. മാറി നിൽക്കല്ലെങ്കിൽ നിനക്കും കിട്ടും. മാഡം വേണ്ട മാഡം, മാഡം മാഡം പ്ലീസ് മാഡം. ഗർഭിണിയായ എന്റെ ഭാര്യ നീ ലാത്തി കൊണ്ട് അടിക്കുമല്ലേ? ഞാൻ മഞ്ജുനെ അല്ല, പ്രീതി അടിക്കാൻ ഉദ്ദേശിച്ചത്. ഓഹോ, അച്ഛൻ മരിച്ചിട്ട് ഒരു ദിവസം പോലും അകത്ത് ആ കുട്ടിയെ തല്ലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? പോലീസുകാരുടെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ നടക്കുകയാണെങ്കിൽ അർഹിക്കുന്ന ബഹുമാനം ഞാൻ തരും. അല്ലാതെ കച്ചറത്തരം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ പെണ്ണാണ് പോലീസാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ തരില്ല. അതെ, നമ്മളെല്ലാവരോടും കമ്മീഷണർ ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. മോൾ പോയിക്കോ. വിജിക്കുട്ട വണ്ടി എടുക്കും. ശരി സാർ. ഗിരീട്ടാ, പ്രീതി ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം. എന്താ വരുന്നില്ലേ? അച്ഛന്റെ അവസാന നിമിഷങ്ങൾ റോഡരികിലെ ആളൊഴിഞ്ഞൊരു പറമ്പിലായിരുന്നു. ചെറിയ തെറ്റുകളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു ശിക്ഷ അനുഭവിക്കാൻ മാത്രം ദുഷ്ടനായിരുന്നില്ല അദ്ദേഹം. പ്രീതി സമാധാനിക്ക്. പോലീസ് സത്യം കണ്ടുപിടിക്കും. എനിക്ക് ആ പ്രതീക്ഷയില്ല ഗിരിയേട്ട. അച്ഛന് നീതി